ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതുന്നു. പിന്നെ ഇന്നില്ലേ ഞാൻ രാവിലത്തെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഒരു 8:30 മണിക്ക് ക്ലീനിങ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. കുക്കിംഗ് അധികം ഒന്നുമില്ല. ഞാൻ കുക്കിംഗ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പം എൻ്റെ ബാക്കിയുള്ള പണികളൊന്നും നടക്കൂല, ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും. എല്ലാവർക്കും അറിയാമല്ലോ, വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ടൈം ഇങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ ആദ്യം വിട്ട് കഴിഞ്ഞിട്ടാകുമ്പം ക്ലീനിങ് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ആ ചായ ഉണ്ടാക്കാന്ന്. ഇപ്പം ആദ്യം എനിക്കിന്ന് മദർസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് നേരം വരെ ഞാൻ പറഞ്ഞല്ലോ ഷംറി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായ വെക്കണം. പിന്നെ ഡോക്ടർ എന്നോട് കട്ടൻ ചായ കുടിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പിന്നെ ആദ്യം അങ്ങനെ കട്ടൻ ചായ വെച്ച് കൊടുത്താൽ കുടിക്കില്ല കേട്ടോ. അപ്പം ഉമ്മാക്കും ആദ്യമൊക്കെ പാൽ ചായ വെക്കാൻ വെച്ചു. അങ്ങനെ ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഷംറിയും ഉമ്മയൊക്കെ വെക്കുമ്പോഴേ കുറേ വെച്ച് വെക്കും. ഞാൻ പിന്നെ കറക്റ്റ് അളന്നിട്ടേ വെക്കൂലും ചായയൊക്കെ. ഇനിയിപ്പം പിന്നെ കഴിക്കാനൊന്നുമില്ല, ദോശയുടെ അരിയൊന്നും പോർത്താൻ മറന്നു പോയിട്ടുണ്ടായിന്. ഇനിയിപ്പം പിന്നെ അല്ലെങ്കിലും ആദ്യക്ക് ഓംലെറ്റും ബ്രെഡും ചീസൊക്കെ ആക്കിയിട്ട് അങ്ങനെയുള്ളതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് ഒന്ന് ബ്രെഡ് ചൂടാക്കി എടുക്കാൻ വെച്ചു. പിന്നെ ബട്ടറിലാക്കുമ്പം കുറച്ചൊരു ടേസ്റ്റും കൂടിയാണ് നമ്മൾ ഓയിലും വെളിച്ചെണ്ണയിലൊക്കെ ആക്കുന്നതിനേക്കാളും. അങ്ങനെ ബ്രെഡൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഓംലെറ്റ് ആക്കുന്നത് അതേ പാനിലോട്ട് തന്നെ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചീസൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരുപാട് തരത്തിൽ ഉണ്ടാക്കി കൊടുക്കും. ഒരേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കൂല. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ടൊക്കെ മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞാലില്ലേ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ 2 മുട്ട ഇട്ട് അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഒരു ചെറിയ കഷ്ണം സവാളൊക്കെ ഇട്ടിട്ട് ഞാൻ മുട്ട ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഈ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കഴിക്കൂല, അതൊക്കെ എടുത്ത് കളയും. പച്ചമുളക് ഇട്ടാൽ കഴിക്കില്ല. അപ്പം ഞാൻ മുട്ടയിലോട്ട് തന്നെ നമ്മൾ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കി കൊടുത്തോണ്ടില്ലേ, വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞതിനോട് എനിക്ക് അതന്നെ വേണം, രാവിലെ ആക്കി തന്നെ വേണമെന്ന്. പിന്നെ വൈകുന്നേരം അത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഓരോ ദിവസം ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ അത് കൂടുതലും അതിനെ പാസ്തയും മക്രൂണിയും അങ്ങനത്തൊക്കെയാണ് കേട്ടോ. നമ്മൾ ക്രീമി ആയിട്ട് ഉണ്ടാക്കുന്നില്ലേ വൈറ്റ് സോസിൽ, അതാണ് ഇഷ്ടം. സാധാരണ മുളകൊന്നും ഇട്ടത് അങ്ങനെ കഴിക്കലേ ഇല്ല. അങ്ങനെ ആദ്യക്കുള്ളത് ചായയും ബ്രെഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബ്രെഡ് വെറുതെ അങ്ങനെ ആ സൈഡിന് വെച്ചതാണ് കേട്ടോ, എനിക്ക് വേണ്ടെങ്കിൽ ചായ കൂട്ടാൻ വെച്ചാൽ. അപ്പം സ്കൂളിലേക്ക് പോകാൻ കഴിയുന്ന സമയമൊക്കെ ആയി കഴിച്ചിട്ട്. അപ്പോൾ ഫോണാണ് കേട്ടോ കയ്യിൽ. കയ്യിൽ നിന്ന് വെക്കുകയും ചെയ്യില്ല, എത്ര പറഞ്ഞില്ല. അപ്പോൾ യൂണിഫോം എന്ത് പറഞ്ഞിട്ട് വിടുന്നില്ല ഇന്ന്. അപ്പോൾ എന്തോ സ്കിറ്റ് ഉണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞൊന്നുമില്ല കേട്ടോ സ്കൂളിൽ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ പരിപാടി എന്നാൽ വണ്ടി വന്നാൽ അതിൻ്റെ പുറകെ തന്നെ ഓടും. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ നോക്കിയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ പിന്നെയാണ് മുകളിലെ റൂമിലോട്ടൊക്കെ കയറിയത്. ഇന്നൊന്ന് മോൾ ഭാഗമൊക്കെ വൃത്തിയാക്കി എടുക്കാൻ വെച്ചിട്ടാ. താഴത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല, ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഇത് ഞാനിപ്പോൾ ഇന്നലെ ചപ്പാരോട് പോയിട്ട് വാങ്ങിച്ചതാണ്. ഇടയ്ക്കൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിന്, അതാരോ ആദ്യം എന്തോ എടുത്ത് കളഞ്ഞിട്ടാ. ഇത് നല്ലതാണ് കേട്ടോ പൊടി തട്ടാനായിട്ട്. നമുക്ക് ജനലിൻ്റെ ഉള്ളിലുള്ള പൊടിയൊക്കെ നന്നായിട്ട് തട്ടും, ഈ ഫാനിൻ്റെ ഒക്കെ. അങ്ങനെ ഇന്നിപ്പം മുകളിൽ റൂമുകളും ഹാളൊക്കെ വൃത്തിയാക്കി ഇടാൻ വെച്ചു. അപ്പം നാളെ എന്നാൽ താഴെ മാത്രമല്ലേ വൃത്തിയാക്കേണ്ടു വെച്ചിട്ടാണ് കേട്ടോ. എല്ലാം ഒരുമിച്ച് നടക്കൂല. ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിൽ നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടി ഒരുമിച്ച് നടക്കുകയും ചെയ്യില്ല. താഴെയും കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എണീക്കൂല. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് എൻ്റെ വയ്യായിക പറയണ്ടല്ലോ വെച്ചിട്ടാണ് അത്. പിന്നെ അപ്പം എനിക്ക് ഒരുപാടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് തീരുമ്പോൾ തന്നെ വൈകുന്നേരമായിട്ടുണ്ടായിന് കേട്ടോ. കുറച്ചായിട്ട് കുറച്ച് ചെയ്തിട്ട് പിന്നെ ഒരു റൂം ക്ലീനാക്കിയിട്ട് അവിടെ കിടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എണീറ്റിട്ട് അടുത്ത റൂം ക്ലീനാക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പണികൾ. പിന്നെ ആദ്യം വരുന്നവരെ ഇന്ന് പണി തന്നെയാണ്, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കലും വൃത്തിയാക്കലൊക്കെ ആയിട്ട്. പിന്നെ എല്ലായിടത്തുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടി. ഇപ്പോൾ ഈ ടി വിൻ്റെ അടുത്ത് ഞാൻ മരുന്നും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവെക്കും. അതപ്പം നമ്മൾ അതിങ്ങനെ ഓരോന്നോരോന്നേ കൊണ്ടുവച്ചിട്ട് ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേനൊക്കെ നിറയെ സാധനങ്ങളാവും കേട്ടോ. മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, വെച്ചെടുത്ത് വെക്കുകയും ചെയ്യില്ല. നമ്മളൊരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് മാറ്റി വെക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ അതിനകത്ത് ബെഡ്ഷീറ്റ് എടുക്കാതെ പൊടിയൊക്കെ തട്ടിയത് എന്താണെന്ന് വെച്ചാൽ ആ ബെഡ്ഷീറ്റിലേക്ക് പൊടി ആയിക്കോളല്ലോ, അല്ലെങ്കിൽ പിന്നെ കിടക്കയിലാവും. ബെഡ്ഷീറ്റ് എന്തായാലും അലക്കേണ്ടതാണ്. അങ്ങനെ ഈ ഒരു റൂം പൊടിയൊക്കെ തട്ടി അടിച്ചു വാരി കേട്ടോ. ഇനി ബെഡ്ഷീറ്റ് പിന്നെ വിരിക്കാൻ വെച്ച്. അങ്ങനെ ഓരോ റൂമായിട്ട് പൊടികളൊക്കെ തട്ടി അടിച്ചു വാരി. എല്ലാം കൂടി ഒരുമിച്ചാവില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഓരോ റൂമായിട്ട് ചെയ്തത്. ആ ഒരു റൂം ചെയ്തിട്ട് കുറേ അങ്ങനെ കിടന്നു കേട്ടോ. എന്നിട്ടാണ് അടുത്ത റൂമിലേക്ക് പോയത്. ആ റൂം ഒന്ന് പൊടിയൊക്കെ തട്ടി അടിച്ച് വാരി. പിന്നെ ഇത് ബെഡ്ഷീറ്റ് തട്ടി കുടഞ്ഞ് വിരിച്ചിട്ടേ ഉള്ളൂ.
കാരണം വെച്ചാൽ ഈ റൂമിൽ അത്രയും പൊടിയില്ലേനു കേട്ടോ. റെമീൻ്റെ റൂമാണ്. റെമി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതിന്. അതുപോലെ ബെഡ്ഷീറ്റ് ഇപ്പോൾ കിടക്കാൻ ആരുമില്ല. കിടക്കുന്ന റൂമിലെ ബെഡ്ഷീറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. ഇതന്ന് റെമി പോകുമ്പോൾ അലക്കിയിട്ട് വിരിച്ചിട്ട് പിന്നെ ആരും കിടന്നിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിനൊന്ന് കുടഞ്ഞ് വിരിക്കണം. വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല, ആരും കിടക്കൊന്നുമില്ലല്ലോ വെച്ചിട്ട് അങ്ങനെ ആ റൂമൊന്ന് റെഡിയാക്കിയിട്ട് തുടക്കൽ ഇന്ന് നടക്കൂലെന്ന് തോന്നും. നടന്നിട്ടില്ല കേട്ടാ. നടക്കൂലെന്ന് തോന്നുന്നു. അത് ഞാൻ വോയിസ് എടുക്കുമ്പോൾ എനിക്കറിയില്ല, നടന്നിട്ടില്ല കേട്ടാ. കുറേ നോക്കി ബാത്റൂം കഴുകാനും തുടക്കമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പം പിന്നെ ബാത്റൂം വൈകുന്നേരം കുളിക്കുമ്പോൾ കഴുകാൻ വെച്ചാൽ അതൊന്നും നടന്നിട്ടില്ല. അപ്പം നാളെ വിട്ട് വെച്ചു. ഇനിയിപ്പം നാളെ ഈ മുകളിലെ 2 ബാത്റൂം കഴുകണം. അത് കഴിഞ്ഞിട്ട് നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസം താഴത്തെ ക്ലീനിങ് നടക്കുകയുള്ളൂ കേട്ടോ. ഒരാഴ്ച ക്ലീനിങ് തന്നെ ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ വീട് കൊടുക്കണം എന്നൊക്കെ സെയിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറേ ആയി നോക്കുന്നു. അപ്പം നമ്മൾക്ക് ഇത്രയും വലിയ വീടിൻ്റെ ആവശ്യമില്ലയെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാനും ഉമ്മയൊക്കെ തന്നെ ഇല്ലയോ, ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല നിൽക്കാൻ. അന്നേരം എല്ലാവരും കണക്ക് കൂട്ടിയിട്ട് വലിയ വീടൊക്കെ ആക്കി. ഇപ്പം മക്കളുടെ വഴിക്ക് പോയപ്പം നമ്മൾ ഒറ്റക്കായല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ. മക്കളും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു ഇതിപ്പോൾ സെയിലാക്കാന്നുള്ളത്. അങ്ങനെ സെയിലാക്കാൻ വേണ്ടി വെച്ചിട്ടേ ഉള്ളത്. പിന്നെ ഇങ്ങനെ ഒരാൾ വന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ പറയും വീട് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കിയിടില്ല, അങ്ങനെ ഇടുമെന്ന്. പക്ഷെ നമ്മളല്ല കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന ആ ദിവസം വരെ നമ്മൾ വീട് നന്നായിട്ട് ക്ലീൻ ആക്കിയിടുക തന്നെ വേണം. വേറൊരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടും. ഞാൻ കുറേ അടുത്ത് കണ്ട കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ എന്താ അതിനുശേഷം പുറത്ത് ഇത് എൻ്റെ മിഷനാണ് കേട്ടോ. നിങ്ങളെന്താ അവിടെ വലിയ തുണിയും കെട്ടൊന്ന് വിചാരിക്കണം. എൻ്റെ മിഷനവിടെ പൊത്തി വെച്ചതാണ്, വലിയ തുണി ബെഡ്ഷീറ്റ് എടുത്തിട്ട്. കാരണം ചെറുതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തിട്ട് അതിൻ്റെ മുലയെ പോയിട്ട് ഇങ്ങനെ ചവിട്ടി അതിൻ്റെ സൂചി ഒന്നൂലും ഒക്കെ കുടുക്കി വെക്കും. അപ്പം ഞാനതങ്ങനെ പിന്നെ മൂടി വെച്ചിട്ടാ അതിനിട്ട് അടിച്ചു വരാണ്. വന്ന് അടിച്ചു വരുന്ന സമയത്തായാലും വെറുതെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം അവിടെ നിൽക്കും കേട്ടോ. ഞാൻ എല്ലാ ടൈമൊന്നും ഇവിടെ ഈ പുറത്തിറങ്ങൂല. വൈകുന്നേരം ഇറങ്ങും, പിന്നെ രാവിലെ കുറച്ച് സമയം നിൽക്കും. ഇങ്ങനെ ക്ഷീണാകുമ്പോൾ നിൽക്കാൻ നല്ല സുഖമാട്ടോ. അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ റൂമിലെ ബെഡ്ഷീറ്റൊന്ന് വിരിച്ചിടാൻ വെച്ചു. എന്നുവെച്ചാൽ വേഗം എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കേണ്ടതാണെന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഇതൊന്ന് റെഡിയാക്കി ഇടുന്നത്. അപ്പം എനിക്കൊരു കാര്യമുണ്ട്, എൻ്റെ റൂമിൽ കിടന്ന് കഴിഞ്ഞാൽ ഉറക്കം മറ്റേ റൂമിലൊക്കെ പോയി കിടന്നാലും പെട്ടെന്ന് ഒരു സുഖം കിട്ടൂല. അങ്ങനെ ഞാൻ ഇതിൻ്റെ തലയാണി കവറും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റി കേട്ടോ. ആ ബെഡ്ഷീറ്റിൻ്റെ തന്നെ തലയാണി കവർ വേണേ. പിന്നെ ഞാനന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആ തലയാണി കവർ എവിടെയും കാണുന്നില്ല, എന്തായെന്നറിയില്ല. കുറേ സാധനങ്ങളൊക്കെ മുമ്പ് കത്തിക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഒന്നും നോക്കൂല, കുറേ എടുത്ത് കത്തിക്കും കുഴിയിലൊക്കെ കൊണ്ടുവിടും കേട്ടോ. അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. മൊത്തം പരതി കിട്ടിയിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ജനലൊക്കെ ഇങ്ങനെ കർട്ടനൊക്കെ നീക്കിയിട്ട് നോക്കുമ്പോൾ. എന്നാലും ഞാൻ വൈകുന്നേരം രാവിലെ കർട്ടനങ്ങ് മാറ്റിയിടുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇല്ലാത്തപ്പം ഇങ്ങനെ സൂര്യപ്രകാശമൊക്കെ അടിക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ കർട്ടൻ നീക്കിയിടും കേട്ടോ. ഇല്ലെങ്കിലും നല്ല വെളിച്ചം തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടു. ഇതിൻ്റെ പണിയൊക്കെ തീർന്നു കേട്ടോ. മുകളിലെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ച ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കിയിടണം. ബാക്കിയുള്ള പണികളൊക്കെ നാളെ ചെയ്യുക വെച്ചിരിക്കും കേട്ടോ. തുടക്കലും പിന്നെ ബാത്റൂം ക്ലീനിങ്ങും ഒക്കെ നാളെ ചെയ്യണം. എല്ലാം കൂടി ഇന്ന് നടക്കൂല. അലക്കൽ തന്നെ ഇന്ന് നടക്കൂല വെച്ചാണ്. പക്ഷെ നല്ല വെയിൽ കണ്ടപ്പം വിചാരിച്ചു ഏതായാലും അലക്കിയിടാന്ന്. അത് ആദ്യയുടെ യൂണിഫോമും ഉണ്ട് അതിന്. പിന്നെ അതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ മഴയാണെങ്കിലും മഴ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഇപ്പം 3-4 ദിവസമായിട്ട് ജൂൺ മാസമാണെന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ. അത്രത്തോളം വെയിലാണ്. നമ്മളിവിടെ മഴയേ ഇല്ല കേട്ടോ. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പെയ്താലായാൽ വരുന്ന ഇരുണ്ട് വന്നാൽ അത്രയൊന്നും മഴ ഉണ്ടാവില്ല. എന്തായാലും ചെറുങ്ങനായിട്ടൊന്ന് പെയ്തിട്ട് പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നലക്കി ഉണക്കിയിട്ടാൽ നാളെ മഴയാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മളെ വാഷിംഗ് മെഷീനിലിട്ടാൽ വേഗം നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ ഇല്ലേ വെച്ചിട്ട് നാളെ വിചാരിക്കും നാളെ കേട്ടേന്ന്. പിന്നെ ആ കൊട്ടയിൽ അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറേ ദിവസം അടക്കെടുക്കും. അതുകൊണ്ട് എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് അലക്കിയിട്ടു. പിന്നെ നമ്മളെ ആദ്യൻ്റെ യൂണിഫോം അലക്കാനുണ്ട്. പിന്നെ എനിക്കില്ലേ ഈ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഈ റബ്ബർ തോട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ ഒരു സുഖമാണ്. ഞാൻ അപ്പുറത്തെ പക്ഷേ ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ചത് കാരണം ഇങ്ങോട്ടേ ഒരു സുഖം, നല്ലൊരു തണുപ്പ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ വീഡിയോ എടുത്തതാണ്. എൻ്റെ ബ്ലോഗിലൊക്കെ പണ്ടത്തെ എല്ലാ ബ്ലോഗിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റബ്ബർ തോട്ടവും നമ്മൾ മുൻവശത്തെ റബ്ബർ തോട്ടം. ഇപ്പോൾ മുമ്പിലില്ല. എന്തായാലും ഈ റബ്ബർ തോട്ടം നിങ്ങൾക്ക് ഇതാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത് കേട്ടോ. കിച്ചണിൽ ഈ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുന്ന സമയത്ത്. പിന്നെ അതൊക്കെ ഇപ്പം പോയി. അതുകൊണ്ടൊരു ഓർമ്മക്കായിട്ട് ഇപ്പോഴും എടുക്കാച്ചതാണ് കേട്ടോ.
കാരണം ഈ റബ്ബറിൻ്റെ ബ്ലോഗൊക്കെ എടുത്തത് ഒന്നുമില്ല. ഇപ്പം ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലും വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകട്ടെ. എൻ്റെ വീഡിയോ ഒക്കെ പോയത് അത് മനസ്സിന് പോകാത്തതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അലക്കിയിടണം. ഇത് വാഷിംഗ് മെഷീനിലിട്ടാൽ ശരിയാവില്ല. കളറ് വേഗം പെട്ടെന്ന് ഈ സർഫ് പൊടിയിലൊക്കെ നമ്മൾ ലിക്വിഡായാലും എന്തിലായാലും വാഷിംഗ് മെഷീനിലിട്ട് അലക്കിക്കഴിഞ്ഞാൽ വൃത്തിക്ക് ക്ലീനായി കിട്ടില്ല, പെട്ടെന്ന് പോകുന്നു കേട്ടാ. പിന്നെ പാൻറ് ഷർട്ടൊക്കെ അങ്ങനെ ഞാൻ വിചാരിച്ച കല്ലയിൽ വെച്ചിട്ട് തന്നെ അലക്കാന്ന്. ഇപ്പോൾ ശമ്പരി വന്ന് പിന്നെ സ്കൂൾ തുറന്ന് പിന്നെ ഞാൻ അലക്കിയിട്ടില്ല. ശമ്പരി തന്നെയാണ് അലക്കൽ. ഇപ്പോൾ ശമ്പരി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇന്ന് അലക്കാമെന്ന് വിചാരിച്ചതാണ്. അത് അലക്കി അറിയിടണം. പിന്നെ ഇന്ന് ഇടാതെ പോയതുകൊണ്ടാണ് ഞാൻ ഇത് വലിയ ഒരുപാട് മണ്ണൊന്നും ഇല്ല. അപ്പം ഞാൻ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് ഓനവിടെ എടുത്ത് വെച്ച് ഓനതെടുത്ത് നിലത്തിടുകയൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ടാണ് പയ്യെ മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോയത്. പിന്നെ ആദ്യം എനിക്ക് അറിയില്ലേനു എന്തിനിട്ടിട്ട് പോയത്. ഞാൻ കുറേ യൂണിഫോം ഇടുന്നു പറഞ്ഞിട്ട് എന്നോട് എന്തിനാന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. യൂണിഫോം ഇടുന്നുമില്ല. വൈകുന്നേരത്തൊരു പിന്നെ ഗ്രൂപ്പിൽ അവരൊരു സ്കിറ്റ് കണ്ടതാണ് ഞാൻ ഇന്ന് യൂണിഫോം ഇടാതെ പോകണമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞത്. അല്ലാതെ പറയില്ല കേട്ടോ, ഒന്നും പറയില്ല അങ്ങനെ കൂടുതലൊന്നും സ്കൂളിലെ കാര്യങ്ങളൊന്നും. എന്നാലും വേഗം തന്നെ ഇതൊന്ന് അലക്കി ആടിടട്ടെ. അപ്പോഴത്തേനും നമ്മളൊരു ചവിട്ടിയുണ്ട് മുകളിൽ ബാത്റൂമിൻ്റെ ഒപ്പം ആടിയിട്ട് നല്ലതാണ് കേട്ടോ. ഇത് ടൈലിട്ടാൽ ഇറങ്ങിപ്പോകുമൊന്നും ചെയ്യില്ല. അങ്ങനെ കാലിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട്, പക്ഷെ നല്ലോണം ചളി പിടിക്കും ഇതിന്. ഇപ്പോൾ കുറേ ഇത് അലക്കിയിട്ട് കഴിഞ്ഞ നോമ്പിൻ്റെ ടൈമിലെങ്ങാനും അലക്കിയതാണ്. പെരുന്നാളിൻ്റെ ടൈമൊന്നും അലക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഒന്ന് ബ്രഷ് ഇട്ട് നന്നായിട്ട് കഴുകി സർഫ് പൊടിയൊക്കെ ഇട്ട് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതും ഉണങ്ങിക്കിട്ടുമല്ലോ വിചാരിച്ചു. ഇത് ഞാൻ എപ്പോഴും അലക്കണമെന്ന് വിചാരിക്കുമ്പോൾ മഴയായിരിക്കും, അങ്ങനെ വെച്ചതാണ്. അതൊന്ന് നല്ല വൃത്തിയായി കിട്ടി. ഇനിയിപ്പോൾ അത് ഇന്ന് ഇടുന്നില്ല. ഏതായാലും നാളെ പിന്നെ മുകളിലോ ഭാഗത്തൊന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇടാമെന്ന് വെച്ചോട്ടാ. അങ്ങനെ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായി. ജ്യൂസ് കുടിച്ചാലോ എന്നുള്ളൊരു തോന്നൽ. അപ്പം ഞാനൊരു അത്തൊക്കെ ഉണ്ടായിന്, ഇന്നലത്തെ ബാക്കി പകുതി ഉണ്ടായിന്, അതൊന്നും എടുത്തിട്ട് മിക്സിയിലോട്ടിട്ട്. പിന്നെ വെയിലല്ലേ, നമുക്ക് എന്തെങ്കിലും തണുത്ത കിട്ടിയാൽ മതി എന്നുള്ള ഒറ്റ തോന്നലേ ഇല്ല കേട്ടോ. പിന്നെ ചൂടുള്ളൊന്നും കുടിക്കാനേ തോന്നില്ല. ഉമ്മ ചോറും ചക്കയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ ഇന്നൊരു മൂടില്ല. മറ്റേ ചക്കയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ കഴിക്കണം എന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തോ വേണ്ടാന്ന് തോന്നി. എനിക്കൊന്ന് കുറച്ച് കൂടുതൽ പണിയുള്ളത് കൊണ്ടായിരിക്കണം ക്ഷീണം തോന്നിയത്. വെള്ളം കുടിക്കാന്നുള്ളൊരു തോന്നൽ വന്നത്. ഞാൻ ഈ ഐസും കട്ട എങ്ങനെയും വീകുന്നില്ല കേട്ടാ. നന്നായിട്ടത് എനിക്ക് അമർത്തി എടുക്കാനും പറ്റില്ല, കൈവാനുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് മിക്സിയിലേക്ക് തന്നെ വെച്ച് തട്ടിയിട്ടു. പിന്നെ കുറച്ച് പാലൊഴിച്ചു, പഞ്ചസാര ഇട്ടു. പെട്ടെന്നാവുമല്ലോ. പിന്നെ നമ്മളെ വത്തക്ക ജ്യൂസ്, അങ്ങനെ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ടൈം ആർക്കും കൊടുക്കുന്നതാണെങ്കിൽ ഞാൻ നമ്മുടെ കസ്കസൊക്കെ ഇടലുണ്ട്. ഇപ്പോൾ ഇതൊന്നും സമയമില്ല, പണീൻ്റെ ഇടയ്ക്കല്ലേ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് കണക്കായിട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഉമ്മക്ക് വേണോ വെച്ചാൽ വേണ്ട പറഞ്ഞു. അതും എടുത്തിട്ട് ഞാനങ്ങ് മുകളിലേക്ക് പോയി അത് കുടിച്ചിട്ട് ബാക്കി കുറച്ചുകൂടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുണിയൊക്കെ ഉണ്ട്, ഇന്നലെ തലക്കിയ തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ ഇനി ചെറിയ ചെറിയ പണികളേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ അത്യാവശ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം അങ്ങനെ ഒരുമിച്ച് തീർക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ വയ്യായി ഉണ്ട് എന്നുള്ളത്. അപ്പം എല്ലാം കൂടി നമ്മളെ യൂട്യൂബ് ചാനലിൽ വന്ന് പറയാൻ പറ്റില്ല, പബ്ലിക്കായിട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാത്തത്. അങ്ങനെ ഇന്ന് അത്യാവശ്യം മുകളിലെ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞു. ഇനിയിപ്പം താഴെ വൃത്തിയാക്കണം. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചാവില്ല കേട്ടോ. അങ്ങനെ എന്താ നിങ്ങളെ വിശേഷമൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ. നിങ്ങളെൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിലുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടെ അമർത്താം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.